എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജനുവരി മാസം ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാൻ ഇവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ്. ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാൽ ഉള്ള ദശാകാലവും മോശമാണെങ്കിൽ ആ കാലം കഷ്ടപ്രദമായിരിക്കും. ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത്, അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല. ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ അതിനുവേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. തുലാക്കൂറുകാർക്ക് തൊഴിൽപരമായി അനുകൂല മാസമാണ്. ജോലിയിൽ അംഗീകാരം, സ്ഥാനക്കയറ്റം മുതലായവ ലഭിക്കുന്നതാണ്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗത്തെ അപ്രതീക്ഷിതമായ സഹായ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നിലവിൽ തൊഴിലിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങളൊക്കെ പറഞ്ഞു പരിഹരിക്കുന്നതാണ്. തൊഴിൽ ഇല്ലാതെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കുന്നതാണ്. അതുപോലെ വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉറപ്പായും തൊഴിൽ ലഭിക്കുന്നതാണ്. ബിസിനസ്സുകാർക്കൊക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതും ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്താൻ സാധിക്കുന്നതുമാണ്. അപ്രതീക്ഷിതമായി ധനയോഗം ഉള്ള സമയമാണ് ജനുവരി മാസം. അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങളെല്ലാം നികത്താൻ കഴിയുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ ആഭരണങ്ങളോ ഒക്കെ തിരികെ ലഭിക്കുന്നതാണ്. അതുപോലെ ക്രയവിക്രയങ്ങളിൽ വിജയം കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ ധനസഹായം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ചെറിയ ശ്രദ്ധമാറൽ പഠനകാര്യത്തിലൊക്കെ ഉണ്ടായാലും ക്രമേണ അതൊക്കെ മാറി പഠന ശ്രദ്ധയൊക്കെ കൊടുക്കുന്നതാണ്. പരീക്ഷകളിലും മറ്റും ഉന്നത വിജയമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും ഉദ്ദേശിച്ച കോഴ്സുകളിലൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും വിവാഹം നടക്കുന്ന സമയമാണ്. സ്നേഹം നടിച്ച് അടുത്തു കൂടുന്നവരെയൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതായിരിക്കും. പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ദോഷകരമായി ഭവിക്കാം. അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആലോചിച്ചൊക്കെ തീരുമാനിക്കുക. പിടിവാശി മൂലം ചില വിഷമതകളൊക്കെ ഉണ്ടാകാവുന്നതാണ്. അതുപോലെ ദൂരയാത്രകളൊക്കെ ഉണ്ടാകും. അനാവശ്യമായ ഉൾഭീതിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അതുപോലെ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കണം. ഭാര്യ വീട്ടുകാരുടെ സഹായമൊക്കെ ലഭിക്കുന്നതാണ്. എതിർപ്പുകളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണ്. യാത്രകളിലും അല്പം ശ്രദ്ധിക്കണം. വയറു സംബന്ധമായി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ നേത്രരോഗം ശ്രദ്ധിക്കണം. കണ്ണുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ആരോഗ്യമൊക്കെ മൊത്തത്തിൽ തൃപ്തികരമായിരിക്കും. ദൈവാധീനത്തിനായി ശിവ ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഭഗവാന് കൂവളമാല, ധാര എന്നീ വഴിപാടുകൾ നടത്തുക. അതുപോലെ ശാസ്താപ്രീതി വരുത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രദർശനം നടത്തുക. നീരാഞ്ജനം വഴിപാട് കഴിക്കുക. അതുപോലെ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുക. പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അതുപോലെ നല്ല വ്യക്തികളുമായൊക്കെ ഇടപെടുക. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സന്തോഷവും സുഖവും ഒക്കെ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം. നന്ദി, നമസ്കാരം.